ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം 19 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. 19-നാണ് പൂരം. കൺസ്യൂമർ ഫെഡിന്റെ വിഷു ചന്തകൾ ഇന്നു മുതൽ സജീവം. 13 സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC പോരാട്ടം ഇന്ന്. വാർത്തകൾ വിശദമായി. മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 സീറ്റുകളിലാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രികകൾ ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങും. ഗുജറാത്തിലെ 26 കർണാടകയിലെ 14 മഹാരാഷ്ട്രയിലെ 11 UPയിലെ 10 സീറ്റുകളിൽ മൂന്നാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. മധ്യപ്രദേശിലെ 8, ഛത്തീസ്ഗഡിലെ 7, ബീഹാറിലെ 5, അസമിലെയും പശ്ചിമ ബംഗാളിലെയും 4 വീതം സീറ്റുകൾ, ഗോവയിലെ 2 മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. ദാദ്ര നഗർ ഹവേലി, ദമൻ ദിയു, ജമ്മു കശ്മീർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഓരോ സീറ്റുകളിലും മൂന്നാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ ഈ മാസം 19 വരെയാണ് സമയം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 20-ന് നടക്കും. 22 വരെ പത്രികകൾ പിൻവലിക്കാം. മെയ് 7-നാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക. അഴിമതിക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ NDA സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷമായി അഴിമതി തുടച്ചു നീക്കുക എന്നതിന് പ്രഥമ പരിഗണനയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന രാജസ്ഥാനിൽ BJPയും കോൺഗ്രസും പ്രചാരണം ശക്തമാക്കി. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ബാർമറിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര സഹമന്ത്രിയും ബാർമറിലെ BJP സ്ഥാനാർത്ഥിയുമായ കൈലാഷ് ചൌധരിയെ പിന്തുണച്ചാണ് അദ്ദേഹം പ്രചാരണത്തിനിറങ്ങുക. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന അധ്യക്ഷൻ ഗോവിന്ദ് ദോത്തസാര, മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് എന്നിവരും വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണത്തിനെത്തും. ഇന്ത്യ മഹാസഖ്യ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ തേടി മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കോയമ്പത്തൂർ സന്ദർശിക്കും. DMK നേതാവ് MK സ്റ്റാലിനൊപ്പം പരിപാടിയിൽ പങ്കെടുക്കും. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ ഒളിവിൽ പോയ പ്രതികളെ NIA സംഘം പിടികൂടി. സ്ഫോടനം ആസൂത്രണം ചെയ്ത അബ്ദുൽ മത്തീൻ താഹ, മുസാവിർ ഹുസൈൻ ഷസേബ് എന്നിവരാണ് കൊൽക്കത്തയിൽ പിടിയിലായത്. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA പ്രചാരണത്തിനായി തിങ്കളാഴ്ച തിരുവനന്തപുരത്തെത്തും. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും പങ്കെടുക്കും. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഈ മാസം 15, 16 തീയതികളിൽ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചാലക്കുടി മണ്ഡലത്തിൽ പര്യടനം നടത്തും. പെരുമ്പാവൂർ, ആലുവ, കയ്പമംഗലം എന്നിവിടങ്ങളിൽ നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. 13 സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശവാണി പ്രതിനിധി നസീർ ബാബു. ദേശീയ വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ എത്തി തുടങ്ങി. രാഹുൽ ഗാന്ധി 15-ന് വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന UDF റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വരും ദിവസങ്ങളിൽ കോഴിക്കോടെത്തും. UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വാക്ക് വിത്ത് MKR പരിപാടി നടന്നു. നഗരത്തിലെ സ്ഥാപനങ്ങളും തൊഴിൽ കേന്ദ്രങ്ങളും സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിച്ച് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഇളമരകരിയും കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥി MT രമേശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മുതലക്കുളത്ത് നിന്നും മഹിളാ റാലിയും സംഗമവും നടന്നു. NDAക്കായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി എന്നിവർ ഇതിനകം വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സംബന്ധിച്ചു. പോളിംഗ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥർക്ക് നിശ്ചിത സമയപരിധിക്കകം തപാൽ വോട്ടിന് അപേക്ഷിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. വരണാധികാരികൾ അപേക്ഷകന് ഫോം 12Bയിൽ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ശക്തമായ പ്രചാരണത്തിലാണ്. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ ഇന്ന് നേമം നിയമസഭാ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ ഇന്നത്തെ പര്യടനം ബാലരാമപുരം മേഖലയിലാണ്.
ഹൈക്കോടതി വിധി അനുകൂലമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡിന്റെ വിഷു സ്റ്റോറുകൾക്ക് തുടക്കമായി. തെരഞ്ഞെടുക്കപ്പെട്ട സഹകരണ ബാങ്കുകളുമായി സഹകരിച്ച് സംസ്ഥാനത്ത് 300 ഔട്ട്ലെറ്റുകളാണ് വിഷു പ്രമാണിച്ച് തുറന്നത്. ഈ മാസം 18 വരെ പ്രവർത്തിക്കും. സബ്സിഡി നിരക്കിലുള്ള 13 ഇനം സാധനങ്ങളും ലഭിക്കും. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും മറ്റ് 8 ക്ഷേത്രങ്ങളിലും കൊടിയേറ്റം ആഘോഷമായി നടത്തും. ബുധനാഴ്ച വൈകിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട്. 19-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൈങ്കുനി ഉത്സവത്തിന് കൊടിയേറി. 19-ന് വലിയ കാണിക്കയും 20-ന് രാത്രി പള്ളിവേട്ടയും നടക്കും. 21-ന് ശംഖുമുഖം കടൽ തീരത്തേക്കുള്ള ആറാട്ടോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. ഹജ്ജിനായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഇത്തവണ കൂടുതൽ തീർത്ഥാടകർ യാത്ര തിരിക്കും. സർവീസിനായി പ്രത്യേക വിമാനവും എത്തുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. ഹജ്ജ് തീർത്ഥാടകർക്കായി ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് 9 സർവീസുകൾ നടത്തും. സൗദി എയർലൈൻസിന്റെ വൈഡ് ബോഡി വിമാനങ്ങളാണ് സർവീസിനെത്തുന്നത്. ഒരു വിമാനത്തിൽ 360 പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അടുത്ത മാസം 31 മുതൽ ജൂൺ 9 വരെയാണ് കണ്ണൂരിൽ നിന്ന് സർവീസ് ഉണ്ടാവുക. കഴിഞ്ഞ വർഷം 2030 പേരാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയത്. ഇത്തവണ 3000-ലേറെ തീർത്ഥാടകർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോതമംഗലത്തിന് സമീപം കോട്ടപ്പടി മുട്ടത്തുപാറയിൽ ഇന്നലെ രാത്രി സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിലെ കിണറ്റിൽ വീണ ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. രാത്രി 1:30 മണിയോടെയാണ് ഏതാണ്ട് 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന കുട്ടിയാന കിണറ്റിൽ വീണത്. ആന കിണറിന്റെ മണ്ണിടിച്ച് സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ആനയെ മയക്ക് വെടിവെച്ച് കാട്ടിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ ഹർജിയിൽ വിധി പറയുന്നത് ഈ മാസം 19-ലേക്ക് മാറ്റി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. വിധി പകർപ്പ് പൂർത്തിയായില്ലെന്ന് കോടതി അറിയിച്ചു. മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ എന്നിവർക്കെതിരായ കേസ് കോടതി നേരിട്ട് അന്വേഷിക്കണമെന്നാണ് ഹർജിയിൽ മാത്യു കുഴൽനാടന്റെ ആവശ്യം. നടിയെ ആക്രമിച്ച കേസിൽ വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്ന് ഹൈക്കോടതി എറണാകുളം സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകി. റിപ്പോർട്ടിന്റെ സർട്ടിഫൈഡ് കോപ്പി വേണമെന്ന അതിജീവിതയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിർദ്ദേശം. മലമ്പുഴയിൽ ട്രെയിൻ തട്ടി പരിക്കേറ്റെന്ന് കരുതുന്ന കാട്ടാനയ്ക്ക് വനം വകുപ്പ് ചികിത്സ നൽകി തുടങ്ങി. ബുധനാഴ്ച രാവിലെ കോട്ടേക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്താണ് കാലിനും ഇടുപ്പിനും പരിക്കേറ്റ നിലയിൽ പിടിയാനയെ കണ്ടത്. അതേസമയം ആനയെ ഇടിച്ചെന്ന് കരുതുന്ന ചരക്ക് തീവണ്ടിയുടെ ലോക്കോ പൈലറ്റിനെതിരെ വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്തതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ISL ഫുട്ബോളിൽ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഹൈദരാബാദ് FCയെ നേരിടും. 15 മത്സരങ്ങളിൽ 1 മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാനായത്. വൈകിട്ട് 7:30 ഹൈദരാബാദിലെ GNC ബാലയോഗി സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL 2020 ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ലക്നൌവിലെ ഭാരത് രത്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. കോഴിക്കോട് I-ലീഗ് ഫുട്ബോളിൽ സീസണിലെ അവസാന മത്സരത്തിൽ ഗോകുലം FC ഇന്ന് മണിപ്പൂർ ട്രാവോ FCയെ നേരിടും. വൈകിട്ട് 4:30-ക്കാണ് മത്സരം. കണ്ണൂർ പാനൂർ ബോംബ് സ്ഫോടന കേസിൽ അറസ്റ്റിലായ 5 പേർ നൽകിയ ജാമ്യ ഹർജി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ 3 മുതൽ 7 വരെ പ്രതികളാണ് ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് യാതൊരു പങ്കുമില്ലെന്നും സംഭവം കേട്ടറിഞ്ഞ് അവിടെ എത്തിയവരെയാണ് പോലീസ് കേസിൽ ഉൾപ്പെടുത്തിയതെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ജസ്ന തിരോധാന കേസിൽ ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് നൽകിയ ഹർജി തിരുവനന്തപുരം CJM കോടതി ഇന്ന് പരിഗണിക്കും. കേസ് അന്വേഷിച്ച CBIയുടെ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാണ് ജസ്നയുടെ പിതാവിന്റെ ആവശ്യം. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പാലക്കാട് ജില്ലയിൽ തിങ്കളാഴ്ച വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂരിൽ 39 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കാം. സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം 19 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണമൂർജിതം. പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. 19-നാണ് പൂരം. കൺസ്യൂമർ ഫെഡിന്റെ വിഷുചന്തകൾ ഇന്നു മുതൽ സജീവം. 13-ന് സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC പോരാട്ടം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12.